ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ മുമ്പ് പല ടൈപ്പ് സിനിമകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇംഗ്ലീഷ് മൂവീസ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പലപ്പോഴായിട്ട് കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന നമ്മുടെ സ്വന്തം മലയാള സിനിമയിൽ നിന്ന് വന്നിട്ടുള്ള ലോക നിലവാരത്തിലുള്ളവ എന്ന് തന്നെ സംശയമില്ലാതെ പറയാവുന്ന ചില സിനിമകൾ, അവയൊക്കെ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയിട്ടും സിനിമകൾ അറിയാത്തത് കൊണ്ട് കണ്ടിട്ടില്ലാത്ത ചിലരെങ്കിലും ഉണ്ട് എന്നാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മൂവീസ് പരിചയപ്പെടുത്താം. അതിന്റെ ഒരു തുടക്കമായിട്ട് ഒരു 4 മൂവീസ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുമല്ലോ അല്ലെ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ചില മികച്ച സസ്പെൻസ് ഓർ മിസ്റ്ററി മൂവീസ് ആണ്. ആൻഡ് ഇന്ത്യൻ സിനിമയിലെ തന്നെ മോളിവുഡിന് ഒരു പ്രത്യേക സ്ഥാനം പണ്ട് മുതലേ കിട്ടിയിരുന്നത് നമ്മൾ അന്ന് തൊട്ടേ ഇത്രയും ക്വാളിറ്റി മൂവീസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നതുകൊണ്ടാണ്. എണ്ണി പറക്കി പറയാവുന്നവയല്ല, പറഞ്ഞാലും തീരാത്ത അത്ര മികച്ച സിനിമകൾ നമ്മുടെ ലെജൻസ് തന്നിട്ടുണ്ട്. അതിൽ ഇന്ന് നമ്മൾ നോക്കുന്ന 4 ചിത്രങ്ങളിൽ ആദ്യത്തേത് 1986 പുറത്തു വന്ന കരിയിലെ കാറ്റ് പോലെ എന്ന ചിത്രമാണ്. മലയാളത്തിന്റെ അഭിമാനമായ പപ്പേട്ടൻ ശ്രീ പി പത്മരാജൻ എഴുതി സംവിധാനം ചെയ്ത മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് കരിയിലെ കാറ്റ് പോലെ. സുധാകർ മംഗളോദയം എന്നയാളുടെ ശിശിരത്തിൽ ഒരു പ്രഭാതം എന്ന റേഡിയോ നാടകത്തിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഈ ചിത്രം തയ്യാറാക്കിയത്. ഹരികൃഷ്ണൻ എന്നൊരു സംവിധായകന്റെ മരണവും തുടർന്ന് അത് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി ആയ അച്യുതൻകുട്ടി എന്ന ഉദ്യോഗസ്ഥനെയും പിന്തുടർന്നാണ് സിനിമയുടെ കഥയും സംഭവങ്ങളും മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഒരു പത്മരാജൻ ക്ലാസിക് എന്ന് വിളിക്കാവുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സിൽ ഒന്നെന്ന് പറയുന്ന മൂവി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 താരങ്ങൾ മമ്മൂക്കയും ലാലേട്ടനും കൂടാതെ റഹ്മാനും കാർത്തികയും പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന പ്രത്യേകത കൂടെയുള്ള സിനിമയാണിത്. ചില സിനിമകളൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് കാലത്തിന് മുന്നേ വന്ന ചിത്രം, അല്ലെങ്കിൽ കാലത്തെ അതിജീവിക്കുന്ന ചിത്രം എന്നൊക്കെ. ഇങ്ങനെയുള്ള പല പ്രശംസകൾ അർഹിക്കുന്ന സിനിമകളാണ് എന്നും പത്മരാജന്റെ സൃഷ്ടികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കരിയിലെ കാറ്റ് പോലെ. ഓരോരോ സംഭവങ്ങളായി നടക്കുന്നതും അതിന്റെയൊക്കെ സത്യം അറിയാൻ ആകാംക്ഷയോടെ അവസാനം വരെ നമ്മൾ ഇരുത്തുന്നതും ഓരോരോ കഥാപാത്രങ്ങളുടെ നേർക്ക് നമുക്ക് സംശയങ്ങൾ തോന്നുന്നതും എത്ര മനോഹരമായിട്ടാണ് സ്ക്രിപ്റ്റിൽ നിന്ന് സീൻസിലേക്ക് മാറിയിട്ടുള്ളത് എന്നതിന്റെ ഒരു ട്രീറ്റ് തന്നെയാണ്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ചിത്രം കാണാൻ ശ്രമിക്കും എന്ന് കരുതുന്നു. നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കാം. 1979 നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്ത് ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷം 1985 KN ശശിധരന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന ചിത്രമാണ് കാണാതായ പെൺകുട്ടി. മലയാളത്തിലെ മറ്റൊരു മികച്ച മിസ്റ്ററി ത്രില്ലർ സിനിമ. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് ഭരത് ഗോപി, ജയഭാരതി, മമ്മൂട്ടി, തിലകൻ, ജഗതി ശ്രീകുമാർ എന്നിവരാണ്. സിനിമ തുടങ്ങി ആദ്യ സീൻ മുതൽ തന്നെ നമ്മളിൽ ആകാംക്ഷ നിറച്ച് പിടിച്ചിരുത്തുന്ന ഒരു അപ്രോച്ചാണ് ഇതിന്റെ ഫിലിം മേക്കിങ്ങിനുള്ളത്. മാത്രമല്ല അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള നമുക്ക് തെറ്റിദ്ധരിക്കാൻ പാകത്തിന് പലരെയും മുന്നിൽ കൊണ്ടിട്ട് തരിക, സംശയത്തിന്റെ നിഴലിൽ നിർത്തുക, അങ്ങനെയുള്ള യാതൊരു ഗിമ്മിക്സും ഇല്ലാതെ തന്നെ വളരെ എൻഗേജിംഗ് ആയി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് കാണാൻ പറ്റുക. 2 കഥാപാത്രങ്ങളെ നമുക്ക് പരസ്പരം മാറിപ്പോകുന്ന രീതിയിൽ നിർത്തുന്ന ഒരു ബ്രില്യന്റ് ആയ പരിപാടി ഇതിൽ നടക്കുന്നുണ്ട്. അത് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അതായത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണ പ്ലോട്ട് പോലെ തോന്നുന്ന മിസ്സായ ഒരാളെ അന്വേഷിക്കുക എന്ന തീമിനപ്പുറത്തേക്ക് ഒരു ത്രില്ലർ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വെറുതെ നാടകീയത സൃഷ്ടിക്കുന്നതിന് പകരം വളരെ ടൈറ്റ് ആയി തയ്യാറാക്കിയ ഒരു തിരക്കഥയെ ബ്രില്യന്റ് ആയ ഡയറക്ഷനിലൂടെയും അതിന് കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്ന പെർഫോമൻസുകളിലൂടെയും എക്സിക്യൂട്ട് ചെയ്ത് നമ്മളെ ഇംപ്രസ് ചെയ്യിക്കുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ. അങ്ങനെയാണ് കാണാതായ പെൺകുട്ടി എന്ന ചിത്രത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. കാണാൻ ട്രൈ ചെയ്യുമല്ലോ അല്ലെ? കണ്ടിട്ട് ഒപ്പീനിയൻസ് പറയണം. നമുക്ക് 3ാമത്തെ സിനിമയിലേക്ക് പോകാം. അടുത്തതായി പരിചയപ്പെടുത്തുന്ന ചിത്രം എല്ലാ ഭാഷയിലെയും വെച്ച് തന്നെ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് മിസ്റ്ററി സിനിമകളിൽ ആദ്യ 10ൽ പെടുത്താവുന്ന ഒന്നാണ്. ആദ്യമേ തന്നെ പറയാം, ഇതൊരു സ്ലോ ബേൺ മിസ്റ്ററി ഫിലിമാണ്. അതായത് സിനിമയുടെ കഥ ഇങ്ങനെ അതിന് ആവശ്യമായ ഒരു സ്ലോ പേസിൽ അധികമായി കാര്യങ്ങൾ വലിച്ചിടാതെ കഥാസന്ദർഭങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം കാണിച്ച് ടെൻഷനും സസ്പെൻസും ഒക്കെ ഇങ്ങനെ ഗ്രാജുവലി ബിൽഡ് ചെയ്ത് ക്യാരക്ടർ ഡെവലപ്മെന്റോട് കൂടി മുന്നോട്ട് പോകുന്ന ടൈപ്പ് എക്സിക്യൂഷൻ ആണ്. സ്വിച്ച് ഇട്ട പോലെ ദാദാ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നടക്കണമെന്ന് വിചാരിച്ച് കണ്ടാൽ ഇഷ്ടപ്പെടണമെന്നില്ല. മറിച്ച് കാണിക്കുന്ന വിഷ്വൽസിന്റെയും സിറ്റുവേഷൻസിന്റെയും ഗൗരവം മനസ്സിലാക്കി ആ കഥയോടൊപ്പം യാത്ര ചെയ്ത് സിനിമ അവസാനം എത്തി നിൽക്കുന്ന ഒരു ഹൈ മൊമെന്റിൽ അതിനോടൊപ്പം അവിടെ എത്താൻ താല്പര്യമുള്ള മെത്തോഡിക്കലായി പ്രോഗ്രസ് ചെയ്യുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സിനിമകളാണ് സ്ലോ ബേൺ മൂവീസ്. അത്തരത്തിൽ ഇന്നോളം വന്നിട്ടുള്ള ചിത്രങ്ങളിൽ ഏറ്റവും നന്നായി മേക്ക് ചെയ്തിട്ടുള്ള ഒന്നാണ് 1989 സാക്ഷാൽ MT വാസുദേവൻ നായരുടെ രചനയിൽ VK പവിത്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഉത്തരം എന്ന സിനിമ. ഡാഫ്നെ ദു മോറിയർ എന്ന ഇംഗ്ലീഷ് നോവലിസ്റ്റിന്റെ നോ മോട്ടീവ് എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് MT വാസുദേവൻ നായർ ഈ ചിത്രം എഴുതിയിട്ടുള്ളത്. സിനിമയുടെ പേര് പോലെ തന്നെ ഒരു ഉത്തരം തേടിയുള്ള യാത്രയാണ് കഥയിലുള്ളത്. മാത്യു എന്നൊരു എസ്റ്റേറ്റ് ഓണറിന്റെ ഭാര്യയാണ് സെലീന. വളരെ നന്നായി പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യം. പക്ഷെ പെട്ടെന്നൊരു ദിവസം സെലീന ആത്മഹത്യ ചെയ്യുന്നു. മാത്യു തകർന്നു പോകുന്നു. എത്ര ആലോചിച്ചിട്ടും ഇതിനൊരു കാരണം അയാൾക്ക് ആലോചിച്ചെടുക്കാൻ കഴിയുന്നില്ല.
അതുകൊണ്ട് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ തന്റെ ജേർണലിസ്റ്റ് ആയ സുഹൃത്ത് ബാലുവിന്റെ സഹായം അയാൾ തേടുന്നു. തുടർന്ന് സെലീനയോട് നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്ന ബാലു ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും സെലീനയുടെ ഭൂതകാലത്തിലേക്ക് നടത്തുന്ന അന്വേഷണങ്ങളുമാണ് സിനിമയിൽ കാണുന്നത്. അയാൾക്കൊടുവിൽ ഒരു ഉത്തരം കിട്ടുമോ എന്നറിയാൻ അയാളുടെ കൂടെ ഈ യാത്രയിൽ നമ്മളും അറിയാതെ കൂടെ പോകും. പ്രധാന വേഷങ്ങളിൽ ബാലുവായി മമ്മൂക്ക, സെലീനയായി സുപർണ ആനന്ദ്, മാത്യു ആയി സുകുമാരൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. കൂടാതെ പാർവതി, ഇന്നസെന്റ്, സുകുമാരി, കരമന ജനാർദ്ദനൻ നായർ എന്നിവരും കാസ്റ്റിലുണ്ട്. വളരെ സീരിയസ് ആയ ഒരു തീം ഹാൻഡിൽ ചെയ്യുമ്പോഴും നേരിയ ചില ഹ്യൂമർ മൊമെന്റ്സ്, സർക്കാസം എലിമെന്റ്സ് എന്നിവയും സിനിമയിൽ നമുക്ക് കാണാം. പക്ഷെ അതൊന്നും ആ കഥയുണ്ടാക്കുന്ന മൂഡിൽ നിന്ന് നമ്മൾ മാറ്റുന്നില്ല, കൂടുതൽ അതിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുക. പതിവ് പോലീസ് ഇൻവെസ്റ്റിഗേഷനുകളിൽ നിന്നും മാറി ഇതിലൊരു ജേർണലിസ്റ്റ് ആണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നതും പുതുമയുള്ളൊരു പ്രത്യേകതയാണ്. ആൻഡ് ജേർണലിസ്റ്റുകൾക്ക് അവരുടേതായ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളും അവർ ഉപയോഗിക്കുന്ന രീതികളും കൂടി നമുക്ക് ചിത്രം കാണിച്ചു തരുന്നുണ്ട്. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ ചിത്രം ഇന്ന് ഒരു വെൽ ക്രാഫ്റ്റഡ് മിസ്റ്ററി സസ്പെൻസ് മൂവിക്ക് എക്സാമ്പിൾ ആയി പറയാവുന്ന തരത്തിൽ ടൈം ടെസ്റ്റഡ് ആയി നിൽക്കുന്ന എന്ന് പറയുന്നതിനോടൊപ്പം തീർത്തും അണ്ടർ റേറ്റഡ് ആയ ഒരു സിനിമ എന്ന് കൂടി പറയാതെ പോകാൻ പറ്റില്ല. ക്ഷമയുടെ ഒരു മികച്ച സിനിമ കണ്ട് അത് തരുന്ന വളരെ ഹോണ്ടിങ് ആയ, അതായത് കണ്ടു കഴിഞ്ഞ് ഏറെ നേരം ആ ഒരു വിങ്ങൽ നിങ്ങളെ അലട്ടുന്ന ഒരു അനുഭവം ഏറ്റുവാങ്ങാൻ തയ്യാറാണെങ്കിൽ ഈ ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ കാണേണ്ട ചിത്രമാണ് ഉത്തരം. മറക്കാതെ കണ്ടു നോക്കണേ. നമുക്ക് 4ാമത്തെ ചിത്രം കൂടി നോക്കാം. ലാലേട്ടനെ നമ്മളൊരു നാച്ചുറൽ ആക്ടർ എന്ന് വിളിക്കുന്നു. ചുമ്മാ ഒരു നാച്ചുറൽ ആക്ടർ അല്ല, സൂക്ഷ്മാഭിനയം ഏറ്റവും സ്വാഭാവികതയോടെ കൈകാര്യം ചെയ്യുന്ന ദ മോസ്റ്റ് നാച്ചുറൽ ആക്ടറായാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെയുള്ള ഒത്തിരി കഥാപാത്രങ്ങൾ നമ്മൾ ആഘോഷിച്ചിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും സട്ടിലും ഏറ്റവും സ്പോണ്ടേനിയസും ആയ ഒരു സീരിയസ് ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഏതൊക്കെ ക്യാരക്ടേഴ്സ് പറയും നമ്മൾ? അങ്ങനെയുള്ള ഒരേ ഒരെണ്ണം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിൽ ഏറ്റവും നല്ലതിൽ ഒന്നെന്ന് പറയാൻ പറ്റുന്നത് 1990 പുറത്തിറങ്ങിയ മുഖം എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ഹരിപ്രസാദ് എന്ന കഥാപാത്രമാണ്. സതയം, കമലദളം, ഭരതം എന്നിങ്ങനെ മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്ത് നമ്മളെ ലാലേട്ടൻ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരേ സമയം ഇമോഷണൽ ആയ സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയും അവ പ്രകടമായി കാണിക്കാൻ പറ്റില്ല എന്നത് മാത്രമല്ല, ഒരു പോലീസ് ഓഫീസർ കൂടെ ആയതിനാൽ ആ ഒരു മെച്ചോറിറ്റി കൂടി വളരെ എവിഡന്റ് ആയി മുന്നിട്ട് നിൽക്കേണ്ട കഥാപാത്രമാണ് ഹരിപ്രസാദ്. ആ ഒരു പെർഫോമൻസ്, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷയുടെ കഥാപാത്രം വളരെ ഭംഗിയായി അവതരിപ്പിച്ച് രഞ്ജിനിയുമായിട്ടുള്ള കെമിസ്ട്രി, ഒരു കൃത്യമായ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സീരിയസ് ടോൺ കൈവിട്ടു പോകാതെയുള്ള റൈറ്റിംഗ്, അതിനുവേണ്ട ഒരു നരേഷൻ സ്റ്റൈൽ, ഇങ്ങനെ പല പല ഇൻഗ്രീഡിയൻസ് ചേർന്ന് ഒടുവിൽ ഒരു നല്ല ഫൈനൽ ഔട്ട്പുട്ടായി വന്ന 2 മണിക്കൂറിൽ താഴെ മാത്രം റണ്ണിംഗ് ടൈം ഉള്ള ഒരു ഡീസന്റ് മർഡർ മിസ്റ്ററി മൂവിയാണ് മോഹന്റെ സംവിധാനത്തിൽ വന്നിട്ടുള്ള മുഖം. 3 സ്ത്രീകളെ കൊലപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലർ, അയാളുടെ 4ാമത്തെ വിക്ടിമിനെ വകവരുത്തുന്നത് തടയാനുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ ദാമ്പത്യത്തിൽ ചില സംഘർഷങ്ങളും ഒക്കെയാണ് പടത്തിന്റെ മെയിൻ തീം. ചിത്രത്തിന്റെ ഏറ്റവും പോസിറ്റീവ് നോട്ട്സിൽ ഒന്ന് നാസർ എന്ന നടൻ അദ്ദേഹത്തിന്റെ റോൾ പെർഫോം ചെയ്തിരിക്കുന്ന രീതിയും ആ ഒരു മാനറിസവും ഒക്കെയാണ്. മറ്റൊരു കാര്യം, ഈ ചിത്രത്തിൽ പാട്ടുകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ മനോഹരമായി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. ഒരു മാസ്റ്റർ പീസ് എന്നോ ക്ലാസിക് എന്നോ ഒന്നും ഈ ചിത്രത്തിനെ പറ്റി പറയാൻ കഴിയില്ല. ബോക്സ് ഓഫീസിൽ ഒരു വിജയവും ആയിരുന്നില്ല എന്നാണ് കണ്ടത്. പക്ഷെ തികച്ചും ഒരു വേൾഡ് ക്ലാസ് നിലവാരത്തിൽ 90കളിൽ തന്നെ വന്ന ഒരു സിനിമ എന്ന നിലയിൽ, അതും 80കളിലെ ചില ക്ലിന്റ് ഈസ്റ്റ്വുഡ് സ്റ്റൈൽ മിസ്റ്ററി ഡ്രാമാസിനെ ഓർമ്മിപ്പിക്കുന്ന ഇന്നത്തെ നമ്മുടെ പല സിനിമകൾക്കും മിസ്സാവുന്ന ഒരു ക്വാളിറ്റി നമുക്ക് കണ്ടു പഠിക്കാനും ഫിൽം മേക്കിങ്ങിൽ അനുകരിക്കാനും പാകത്തിനുള്ള എക്സിക്യൂഷൻ, അങ്ങനെയൊക്കെ കാണാവുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ സിനിമ തന്നെയാണ് ഇത്. ഉറപ്പായിട്ടും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ചിത്രത്തിനെ പറ്റിയുള്ള അഭിപ്രായം ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ യൂട്യൂബിൽ തന്നെ കാണാവുന്ന നമ്മുടെ സ്വന്തം മലയാളത്തിലെ തന്നെ 4 മിസ്റ്ററി മൂവീസ്, സസ്പെൻസ് ഇഷ്ടമുള്ള ക്ലാസ് സിനിമകൾ ആസ്വദിക്കാൻ താല്പര്യമുള്ള സിനിമ ലവേഴ്സ് കണ്ടിരിക്കേണ്ട 4 സിനിമകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത. എല്ലാം തന്നെ നിങ്ങൾ കണ്ട സിനിമകളാണെങ്കിൽ അതും വളരെ നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇവയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അഥവാ കണ്ടിട്ടില്ലെങ്കിലോ മുമ്പ് അറിയാതെ പോയതാണെങ്കിലോ നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ എത്തിക്കാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു. തുടർന്നും ഇത്തരം സിനിമകളെ പറ്റിയുള്ള കോൺവെർസേഷനിൽ നമുക്ക് ഏർപ്പെടാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.